പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പ്രസ്തുത ചാനലിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ധൈര്യപൂർവ്വം വിളിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷക്കുറവുമില്ല. അറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇനിയും സമയം കിട്ടുന്നതനുസരിച്ച് നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ വീഡിയോ തയ്യാറാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന വിഷയമാണെങ്കിൽ ഞാൻ വീഡിയോ തയ്യാറാക്കാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന അറിവ് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ പൊതുവെ ഉപയോഗിക്കാറുള്ള ഗൂഗിളിൻ്റെ Gboardലെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. Gboard എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കിറ്റ് ചെയ്ത് പോകരുത്. Gboardൽ ധാരാളം സൗകര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ സൗകര്യങ്ങൾ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താറില്ല. ഒരുപക്ഷെ ചില സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പം നമുക്ക് Gboardൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ധാരാളം സൗകര്യങ്ങൾ നൽകുന്ന ഒരു കീബോർഡാണ് ഗൂഗിളിൻ്റെ Gboard. ഈ സൗകര്യങ്ങൾ പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താറില്ല. നമുക്കിന്ന് ഈ കീബോർഡിൽ നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, എക്സ്ട്രാ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് കീബോർഡിലുള്ള വോയിസ് ബട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ ലെറ്റർ ടച്ച് ചെയ്താണല്ലോ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വോയിസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് കമാൻഡിലൂടെ വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ ഈ വോയിസ് ബട്ടൺ, കീബോർഡിൻ്റെ വലതുവശത്തുള്ള വോയിസ് ബട്ടൺ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഏത് ഭാഷയിലാണോ കീബോർഡ് കിടക്കുന്നത് ആ ഭാഷയിൽ ആണ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷിലേക്കാണ് കിടക്കുന്നതെങ്കിൽ, കീബോർഡ് ഇംഗ്ലീഷിലാണ് കിടക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പറയണം. മലയാളത്തിലേക്ക് പറയണമെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മലയാളം പറഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് കിടക്കുന്നത്, ഇംഗ്ലീഷിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ അതിനുവേണ്ടി കീബോർഡ് മലയാളത്തിലേക്ക് മാറ്റണം. മലയാളത്തിലേക്ക് ഞാൻ മാറ്റി. ഇനി ഞാൻ മലയാളത്തിൽ പറയാൻ പോവാണ്. ഇവിടെ മലയാളത്തിൽ പറഞ്ഞപ്പോഴും ടൈപ്പ് ചെയ്തു, ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴും ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഇനി അടുത്ത ഒരു സൗകര്യം നമുക്ക് നോക്കാം. നമ്മുടെ ഈ കീബോർഡിൽ മോർ എന്നുള്ള ഓപ്ഷനിൽ ഇടതുവശത്തുള്ള മോറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് മോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ലഭിക്കുന്നുണ്ട്. ഈ മോർ ഫീച്ചേഴ്സിൽ നമുക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഇതിൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ കയറി കഴിയുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ കർസർ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ആരോ കീസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ നമ്മുടെ കർസറിനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കർസർ ടു ദി ഹെഡ് എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ ഭാഗത്ത് വരും. മൂവ് കർസർ ടു ദി എൻഡ് എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനവും വരും. അതുപോലെ തന്നെ നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ നടുക്കുള്ള സെലക്ഷനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ വരച്ച് കഴിഞ്ഞാൽ അതിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്ത് വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ തന്നെ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് പോകും. ഇവിടെ തന്നെ നമുക്ക് പേസ്റ്റ് ഓപ്ഷൻ ലഭിക്കും. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സെലക്ട് ഓൾ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് അത്രയും കോപ്പി ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കീബോർഡ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സൗകര്യങ്ങളാണ്. നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം.
ഇനി നമുക്ക് മറ്റൊരു സൗകര്യം നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഞാൻ ഈ മലയാളത്തിൽ എഴുതിയ 2 വരി ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ആയി വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എന്തു വേണമെങ്കിലും മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തിരിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞതിന് ശേഷം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു സൗകര്യം പരിചയപ്പെടാം. നമ്മൾ ഈ എഴുതിയ കാര്യങ്ങളിൽ നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കണം. സാധാരണ ഇത് നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്, പേസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ലാസ്റ്റ് കോപ്പി ചെയ്തത് മാത്രമാണ് നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഒരു 10 തവണ കോപ്പി ചെയ്തതിന് ശേഷം ഒന്നിച്ച് അതെല്ലാം കൂടി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മുടെ ഈ Gboardൽ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ നേരത്തെ എടുത്ത പോലെ മോർ ഫീച്ചേഴ്സ് എടുക്കുക. അടുത്ത് ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് കൊടുക്കുക. ആദ്യം ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇവിടെ ടേൺ ഓൺ കൊടുക്കുക. നമുക്കൊന്നും കൂടി നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം നമുക്ക് മോർ ഓപ്ഷനിൽ ക്ലിപ്പ് ബോർഡിൽ പോയി നോക്കാം. ഇത് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം കോപ്പി കൊടുക്കണം. കോപ്പി കൊടുക്കുന്നു. മോർ ഓപ്ഷനിൽ പോയി നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 കാര്യം നമ്മളിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. 2 ഇവിടെ ക്ലിപ്പ് ബോർഡിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഇത് നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കോപ്പി ചെയ്ത് വെച്ച കാര്യങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളതിനു വേണ്ടി ക്ലിപ്പ് ബോർഡ് എടുക്കുന്നു. എന്നിട്ട് നമ്മളത് ഇപ്പം നമ്മൾ 2 ടെക്സ്റ്റാണ് കോപ്പി ചെയ്ത് വെച്ചത്. ആ 2 ടെക്സ്റ്റും നമുക്കിവിടെ ക്ലിപ്പ് ബോർഡിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ 2 ക്ലിപ്പ് ബോർഡിൽ കാണിക്കുന്ന ആ ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എഡിറ്റ് ബോക്സിൽ അത് കൃത്യമായിട്ട് പേസ്റ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് 8-10 ടെക്സ്റ്റുകൾ സെൻറ്റൻസുകളൊക്കെ നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാം ചെയ്യുന്ന സാധാരണഗതിയിൽ ഓരോ തവണയും കോപ്പി ചെയ്യുക, അപ്പോൾ തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ സമയം ലാഭം കിട്ടും. ഈ രീതിയിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് ഒന്നിച്ച് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ക്ലിപ്പ് ബോർഡ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു വിഷയം നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് മറ്റൊരു ഫീച്ചർ ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കീബോർഡിൻ്റെ തീം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ മോർ എടുക്കുക, തീംസ് വരിക, തീം വരിക. നമ്മൾ തീംസ് എടുക്കുക. നേരത്തെ എടുത്ത പോലെ തന്നെ മോർ ഫീച്ചേഴ്സ് എടുത്തതിന് ശേഷം തീമിൽ വരിക. തീമിൽ വരുമ്പോൾ ഇവിടെ കീബോർഡുകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തീമിലേക്ക് മാറാൻ സാധിക്കും. ഇനി നമ്മൾ സ്വന്തമായിട്ടൊരു തീം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ക്രിയേറ്റ് എന്ന് പറയുന്ന ആ പ്ലസ് ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് വെച്ചുകൊണ്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ അമ്മയുടെ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കിതുപോലെ ചെറിയ ഫോട്ടോ ആണെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ഇങ്ങനെ നമുക്ക് ആ ഫ്രെയിമിലേക്ക് അതിനെ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ കൃത്യമായിട്ട് ഫ്രെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എത്രമാത്രം അത് വിസിബിൾ ആക്കണം എന്ന് ഇവിടെ മേളിലുള്ള അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് അതിനെ കൂട്ടാൻ സാധിക്കും. ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇങ്ങനെ അതിന് ശേഷം വീണ്ടും ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് നമ്മുടേതായ തീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് നമുക്ക് അടിപൊളിയാക്കാൻ സാധിക്കും. ഇതൊരു വെറൈറ്റി സംഭവമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇമേജുകൾ ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രസകരമായ കാര്യമാണ്. ഇനിയും ഈ മോർ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻസൊക്കെ ഫ്ലോട്ടിംഗ് മോഡ്, കീബോർഡിൻ്റെ താഴെ എഡിറ്റ് ബോക്സ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും.
വൺ ഹാൻഡഡ് മോഡ് ചെറിയ ഒരു കൈ കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വൺ ഹാൻഡഡ് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയാം. സാധാരണ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓരോ അക്ഷരങ്ങൾ വെച്ചാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. പക്ഷേ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേഗത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതും കൂടി കാണിച്ചു തരാം. ഞാൻ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേഗത്തിൽ പോകും. നമുക്ക് എവിടം വരെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അവിടം വരെ ആ കർസർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ആ ഡിലീറ്റ് പൂർത്തിയാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഡിലീറ്റ് ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കാഴ്ചപരിമിതരായ സുഹൃത്തുക്കൾക്ക് അല്പം പ്രയാസമുണ്ട്, അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കാഴ്ചയുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം എവിടം വരെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് കൃത്യമായി നമുക്ക് വേഗത്തിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കാഴ്ച ഇല്ലാത്തവർക്ക് സാധിക്കില്ല. കാഴ്ചയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കീബോർഡിൽ മറ്റൊരു സൗകര്യം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കീബോർഡിൻ്റെ സ്പേസ് ബാറിൽ കൈ ഇടതോട്ട് നീക്കിക്കൊണ്ടോ വലതോട്ട് നീക്കിക്കൊണ്ടോ നമുക്ക് കർസർ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് കർസറിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അത് പക്ഷേ ടോക്സ് ഇട്ടുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ടോക്സ് ഉപയോഗിക്കുന്നവർക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ വളരെ സൗകര്യപ്രദമായ ധാരാളം ഫീച്ചറുകൾ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ Gboard ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക.